തലേന്ന് ഞങ്ങൾ ഫാമിലിയുമൊത്ത് പുറത്തേക്കൊന്ന് കറങ്ങാനിറങ്ങി. കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ടേക്ക് ഓഫ് കഫേയിലായിരുന്നു ഞങ്ങൾ പോയത്. അവിടെയിരുന്ന് ഞങ്ങൾ വിമാനങ്ങൾ ആകാശമേഘങ്ങൾക്കിടയിലേക്ക് പറന്നുയരുന്ന ആ മനോഹര കാഴ്ചയും രുചിയൂറും ഭക്ഷണങ്ങളുമായി കുറെ സമയം ചിലവഴിച്ചു. ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചതിനാൽ നേരം വെളുത്ത് എഴുന്നേൽക്കാൻ അല്പം വൈകി. പിറ്റേന്ന് രാവിലെ പൈനാപ്പിൾ കൃഷിക്ക് മേൽനോട്ടം വഹിക്കുക എന്നതായിരുന്നു എന്റെ ആദ്യത്തെ ചുമതല. കൃഷിയിൽ എന്നേക്കാൾ പരിചയസമ്പത്തും അനുഭവങ്ങളും ഉള്ള ജോലിക്കാരായതിനാൽ തന്നെ എന്നിൽ ഏൽപ്പിക്കപ്പെട്ട മേൽനോട്ടമെന്ന കടമ വളരെ നിഷ്പ്രയാസം എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇടയ്ക്ക് ഞാനും അവരുടെ കൂടെ കൃഷിയിൽ ഏർപ്പെട്ടു. ഊഷ്മളമായ മണവും രുചിയും ആരോഗ്യദായകമായ ജ്യൂസുമുള്ള അത്ഭുതകരമായ ഒരു ഉഷ്ണമേഖലാ ഫലമാണ് പൈനാപ്പിൾ. ക്യൂൻ എന്ന വിഭാഗത്തിൽപ്പെട്ട പൈനാപ്പിളാണ് നമ്മുടെ നാടുകളിൽ കൂടുതലായും കാണപ്പെടുന്നത്. തലയ്ക്കുമീതെ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നതിനാൽ ദാഹത്തിനൊട്ടും കുറവുണ്ടായില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുക എന്നത് തന്നെയായിരുന്നു എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. പൈനാപ്പിൾ കൃഷി നമ്മുടെ കേരളത്തിൽ ഉടനീളമുണ്ടെങ്കിലും വാഴക്കുളം, മൂവാറ്റുപുഴ പ്രദേശങ്ങളിലായാണ് കൂടുതലും കാണപ്പെടുന്നത്. സംസ്ഥാനത്തെ പൈനാപ്പിൾ കൃഷിയുടെ കണക്ക് നോക്കുമ്പോൾ 85% കൂടുതലും എറണാകുളം, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലായി കാണപ്പെടുന്നു. ഇന്ന് മിക്കവാറും മൗറീഷ്യസ് ഇനം മാത്രമാണ് വൻതോതിൽ കൃഷി ചെയ്യുന്നതും വിപണനം നടത്തുന്നതും. അടുത്ത കാലത്തായി വാഴക്കുളം പൈനാപ്പിൾ എന്ന പേരിൽ ഇതിന് ഭൂസൂചിക രജിസ്ട്രേഷൻ ലഭിച്ചതുകൊണ്ട് ഇതിന്റെ കയറ്റുമതി പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഉച്ച സമയത്തോടെ ഞങ്ങൾ പൈനാപ്പിൾ കൃഷി പൂർത്തീകരിച്ച് തിരികെ മടങ്ങി. തിരികെ മടങ്ങി വരുന്ന വഴിയിൽ വീടിനടുത്തുള്ള പറമ്പിൽ കുഴൽക്കിണറടിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ചുനേരം ഞാൻ അവിടെ നോക്കി നിന്നു. സമയം ഒരുപാട് കളയാനില്ലാത്തതിനാൽ ഞാൻ അവിടെ നിന്നും വീട്ടിലെത്തി ഒന്ന് കുളിച്ച് റെഡിയായി. വടാട്ടുപാറയിൽ ഒരു ഗാനമേള പ്രോഗ്രാം ഉണ്ടായിരുന്നതിനാൽ അടുത്ത യാത്ര അങ്ങോട്ടേക്കായിരുന്നു. ഭൂതത്താൻകെട്ട് വഴിയായിരുന്നു ആ യാത്ര. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലെ പെണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ഭൂതത്താൻകെട്ടിൽ പെരിയാറിന് കുറുകെയുള്ള ഒരു അണക്കെട്ടാണ് ഭൂതത്താൻകെട്ട്. കോതമംഗലം തട്ടേക്കാട് വഴിയിൽ കീരമ്പാറ കവലയിൽ നിന്ന് ഇടത്തോട്ട് ഇടമലയാർ വഴിയിൽ 5 കിലോമീറ്റർ അകലെയാണ് ഭൂതത്താൻകെട്ട് സ്ഥിതി ചെയ്യുന്നത്. കുട്ടമ്പുഴ പ്രദേശത്ത് നിന്ന് വരുന്ന പൂയംകുട്ടിപ്പുഴയും ഇടമലയാറും കൂടിച്ചേർന്ന പെരിയാറിന്റെ കൈവഴിയും ചാരുപാറ, ഇഞ്ചത്തൊട്ടി പ്രദേശത്ത് നിന്ന് വരുന്ന പെരിയാറും തട്ടേക്കാട് പ്രദേശത്ത് കൂടിച്ചേർന്നതിനു ശേഷമാണ് ഭൂതത്താൻകെട്ടിലേക്കെത്തുന്നത്. കോതമംഗലം പട്ടണത്തിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നിയാസ് VAM. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഗായകനും സൗണ്ട് എഞ്ചിനീയറും അത്യാവശ്യം നല്ല ഡ്രൈവറുമാണ് ഇദ്ദേഹം. വന്യജീവികൾ ഒട്ടേറെ കാണപ്പെടുന്ന വഴിയിലൂടെയായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര. അതിമനോഹരമായ കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. ഭൂതത്താൻകെട്ടിനെക്കുറിച്ച് നമ്മളിൽ ചിലർക്കെങ്കിലും അറിയാത്ത കുറച്ച് കാര്യങ്ങളെ കൂടി നമുക്കൊന്ന് നോക്കാം. പെരിയാർ നദീതട ജലസേചന പദ്ധതി എന്ന പേരിൽ 1957 ഭൂതത്താൻകെട്ട് അണക്കെട്ട് പണി തുടങ്ങി. 1964 കമ്മീഷൻ ചെയ്ത അണക്കെട്ടിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള PWD ആണ്. ഇവിടെ പ്രകൃതിദത്തമായ വെള്ളം കെട്ടിനിൽക്കുന്ന ഒരു അണക്കെട്ട് മുൻപേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഭൂതത്താൻകെട്ട് എന്ന പേര് വന്നത്. ഇടമലയാർ റിസർവോയർ ഇവിടെ നിന്ന് 12 കിലോമീറ്റർ ദൂരത്തിലാണ്. മലയാറ്റൂർ വനമേഖലയിലേക്കും മലയാറ്റൂർ പള്ളിയിലേക്കും കിഴക്കൻ മേഖലയിൽ നിന്ന് ഈ അണക്കെട്ടിന് മുകളിലൂടെ സഞ്ചരിക്കാവുന്നതാണ്. ഭൂതം കെട്ടിയ അണക്കെട്ടായതുകൊണ്ടാണ് ഭൂതത്താൻകെട്ട് എന്ന പേര് വന്നത് എന്നൊരു ഐതിഹ്യം കൂടി ഈ പേരിനുണ്ട്. ഇവർ രണ്ടുപേരുമാണ് മറ്റു ഗായകർ, യൂനുസ് മൂവാറ്റുപുഴയും സുമേഷ് മൂവാറ്റുപുഴയും. മണവാളനെ വരവേൽക്കുവാൻ വേണ്ടിയുള്ള ദഫ് പ്രാക്ടീസിനിടയിലാണ് ഈ കൊച്ചു കലാകാരന്മാർ.
പ്രോഗ്രാം കഴിഞ്ഞു തിരികെ വരുമ്പോൾ അതിശക്തമായ മഴയിൽ ഞങ്ങൾ ഇടയ്ക്കൊന്നിറങ്ങി. തറവാട്ടിൽ എല്ലാവരും ഒത്തുകൂടുന്നതിനാൽ ഞാൻ നേരെ പോയത് തറവാട്ടിലേക്കായിരുന്നു. എല്ലാവരും എനിക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തകൃതിയിലാണ് പരിപാടികളെല്ലാം നടക്കുന്നത്. സമയമേറെ വൈകിയതിനാൽ നല്ല തിരക്കിട്ടായിരുന്നു അടുക്കളയിലെ പണികളെല്ലാം. മന്തിമാമൻ ഇതാ മന്തിയുമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചുനേരം പാചകത്തിന്റെ ആ ദൃശ്യഭംഗി ആസ്വദിക്കാം. എല്ലാവരും ഭക്ഷണത്തിനായി കാത്തിരിക്കുകയാണ്.
അങ്ങനെ തയ്യാറാക്കിയ ഭക്ഷണം ഏറെ നേരത്തിനൊടുവിൽ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടി. ഏറെ ആസ്വദിച്ചു തന്നെയായിരുന്നു ഞങ്ങൾ അത് കഴിച്ചത്. ഒരുപാട് നേരം അവിടെ ചിലവഴിച്ചതിനു ശേഷം ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ അതാത് വീടുകളിലേക്ക് മടങ്ങി.